ഇന്ന് നമുക്ക് വളരെ രസകരമായ കഥ പറയുന്ന ജിന്ന് ദ പെറ്റ് എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, മലേഷ്യയിൽ ജോലി ചെയ്യുന്ന നായകൻ വിസ കാലാവധി തീർന്ന് നാട്ടിലേക്ക് വരുന്ന സമയം വീട്ടിലേക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങുവാനായും തീരുമാനിച്ച് റോഡിലൂടെ നടക്കുന്ന സമയത്തായിരുന്നു പഴയ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കട കാണുന്നത്. അവിടെ ഒരു തടി കൊണ്ടുള്ള ബോക്സ് ഉണ്ടായിരുന്നു. അതിലെന്താണെന്ന് അവൻ ചോദിക്കും. മന്ത്രത്തകിടുകളൊക്കെ കെട്ടിയിട്ടുണ്ട്. കടക്കാരൻ പറയുന്നത്, ഇതിനുള്ളിൽ ഒരു ജിന്നുണ്ട്. ഈ ബോക്സ് കയ്യിലുള്ളവർ എന്താഗ്രഹിച്ചാലും നടക്കുമെന്ന് കടക്കാരൻ പറഞ്ഞു. അത് കേട്ട് നായകനാണെങ്കിൽ ബോക്സും വാങ്ങി വീട്ടിലേക്ക് ചെന്നു. എന്നാൽ ആ ഒരു ബോക്സ് വീട്ടിലെത്തിയതിനു ശേഷം വീട്ടിൽ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കും. അതാണ് സിനിമയുടെ കഥ മുഴുവൻ. എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചതെന്ന് അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കിടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമ തുടങ്ങുമ്പോൾ ഒരു ഭായിയാണ് കാണിക്കുന്നത്. ഈ ഭായിക്കാണെങ്കിൽ ഭൂതപ്രേത പിശാചുകളെയൊക്കെ ആവാഹിച്ച് അതിനെ തളയ്ക്കുവാനുള്ള കഴിവുണ്ട്. അങ്ങനെയുള്ള ഈ ഭായിയുടെ അടുത്തേക്ക് ഒരു പ്രേതാത്മാവ് കൂടിയ ഒരു പെൺകുട്ടിയെ കൊണ്ടുവരും. വളരെ ക്രൂരമായിട്ടുള്ളൊരു പ്രേതാത്മാവായിരുന്നു അവളുടെ ദേഹത്ത് കൂടിയതും. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഭായിയാണെങ്കിൽ അവളുടെ ദേഹത്ത് നിന്നും ആ ഒരു പ്രേതാത്മാവിനെ ആവാഹിച്ച് ഒരു കണ്ണാടിക്കുള്ളിലാക്കി. എന്നിട്ട് ആ കണ്ണാടിയിൽ നിന്നും ആ ഒരു പ്രേതാത്മാവിനെ ആവാഹിച്ച് ഒരു തടി കൊണ്ടുള്ള പെട്ടിക്കകത്താക്കി അതിനെ മന്ത്രത്തകിടുകൾ കൊണ്ട് കെട്ടിവെക്കുകയും ഒക്കെ ചെയ്യും. ആ ഒരു സീൻ അവിടെ അവസാനിച്ച് പിന്നീട് കാണിക്കുന്നത് മലേഷ്യയിലുള്ള നമ്മുടെ കഥാനായകനായ ശക്തിയാണ്. ഈ ശക്തിയാണെങ്കിൽ മലേഷ്യയിലെ മ്യൂസിക് ബാൻഡിലാണ് വർക്ക് ചെയ്യുന്നതും. ചുരുക്കി പറഞ്ഞാൽ ഈ ശക്തി ഒരു ഭാഗ്യമില്ലാത്തവനാണ് എന്ന് തന്നെ പറയാം. എങ്ങനെയെന്നാൽ, ഇവനൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. അവളോട് ചെന്ന് പ്രപ്പോസ് ചെയ്യുവാനായിട്ട് കൂട്ടുകാർ പറയും. അങ്ങനെ പ്രപ്പോസ് ചെയ്യുവാനായി പോകുന്ന ദിവസം തന്നെ മറ്റൊരുത്തൻ നിന്ന് അവളെ പ്രപ്പോസ് ചെയ്ത് അവർ രണ്ടുപേരും സെറ്റായി. ഇതാണ് ശക്തിയുടെ പ്രശ്നങ്ങൾ. അവൻ എന്ത് ചെയ്യാൻ പോകുന്നോ അതൊന്നും നടക്കാറുമില്ല. അങ്ങനെ ശക്തി ആ ഒരു കാര്യം ആലോചിച്ച് സങ്കടപ്പെട്ട് നടക്കുന്ന സമയത്തായിരുന്നു ശക്തിയുടെയൊക്കെ മ്യൂസിക് ബാൻഡ് ക്ലോസ് ചെയ്യാൻ പോകുന്ന കാര്യം അവൻ അറിയുന്നതും. അവിടെ മ്യൂസിക് ബാൻഡിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായാണ് അത് ക്ലോസ് ചെയ്യുവാനായി പോകുന്നത്. അങ്ങനെ ശക്തിയുടെ ആ പ്രതീക്ഷയും നഷ്ടമായി. കാരണം അവന്റെ വിസയുടെ കാലാവധിയും തീരാൻ പോകുന്നു. ഇനി അവന് മലേഷ്യയിൽ നിൽക്കാൻ പറ്റില്ല എന്നും അവന് മനസ്സിലായി. ആ ഒരു സങ്കടത്തിൽ നടക്കുന്ന സമയത്തായിരുന്നു ശക്തിക്ക് നാട്ടിൽ നിന്നും കോൾ വരുന്നത്. തമിഴ്നാട്ടിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ് ശക്തി താമസിക്കുന്നത്. ശക്തിയുടെ വീട്ടില് അച്ഛൻ, അമ്മ, മുത്തശ്ശി, പിന്നെ സഹോദരി, സഹോദരിയുടെ ഭർത്താവ്, സഹോദരിയുടെ കുഞ്ഞ്, അങ്ങനെ ഒരു വലിയ കുടുംബമാണ് ശക്തിയുടേത്. അങ്ങനെ വീട്ടിൽ നിന്നും വിളിച്ചിട്ട്, നീ എന്നാ നാട്ടിലേക്ക് വരുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അവൻ ഉടനെ തന്നെ വരാൻ പോകുന്ന കാര്യം പറയും. അത് കേട്ട് വീട്ടുകാർക്കൊക്കെ ഒരുപാട് സന്തോഷമായി. സഹോദരിയുടെ മകൻ പറയുന്നത്, മാമ ഇത്തവണ വരുന്ന സമയത്ത് ചോക്ലേറ്റ് ഒന്നും കൊണ്ടുവരാതെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം കൊണ്ടുവരുവാനായിട്ടും ശക്തിയോട് പറയുന്നു. അതനുസരിച്ച് ശക്തിയാണെങ്കിൽ നാട്ടിൽ വരുന്നതിന് മുൻപ് ഒരു ഷോപ്പിംഗ് ഒക്കെ നടത്തണമല്ലോ. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങുവാനായിട്ട് നടക്കും. അങ്ങനെ കടകളൊക്കെ അന്വേഷിച്ച് നടക്കുന്ന സമയത്തായിരുന്നു പഴയ സാധനങ്ങൾ, ഈ ആന്റിക് സാധനങ്ങളൊക്കെ വെക്കുമല്ലോ, അങ്ങനെയുള്ളൊരു കട അവൻ കാണുന്നതും. പഴയ കാലത്ത്, അതും രാജാക്കന്മാരുടെ കാലത്തേക്ക് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ് അവിടെ ഇരിക്കുന്നതും. ശക്തി ആ കടയിൽ കയറുന്ന സമയത്ത് അവന്റെ കണ്ണിൽ ഒരു തടി കൊണ്ടുള്ള ബോക്സ് കാണുകയാണ്. ഈ ബോക്സ് ആണ് സിനിമയുടെ തുടക്കത്തിൽ കാണിച്ചില്ലേ, ഒരു ഭായിയാണെങ്കിൽ ക്രൂരമായിട്ടുള്ളൊരു ആത്മാവിനെ ആവാഹിച്ചിറക്കിയ ഒരു ബോക്സ്. അതേ ബോക്സ് തന്നെയാണ്. ആ ഒരു ബോക്സ് കണ്ട ശക്തിയാണെങ്കിൽ, അല്ല ഈ ഇരിക്കുന്ന ബോക്സ് എന്താ ഇത്, ഇതിന് എന്താ പ്രത്യേകത എന്ന് ചോദിക്കുമ്പോൾ ആ കടക്കാരനാണെങ്കിൽ ബോക്സിന്റെ പ്രത്യേകതകൾ വിവരിക്കുവാനായി ആരംഭിക്കുന്നു. ഈ ബോക്സിനൊരു പ്രത്യേകതയുണ്ട്. അതിനുള്ളിലായിട്ട് ഒരു ജിന്നാണ് ഇരിക്കുന്നത്. അതും 700 വർഷം പഴക്കമുള്ളൊരു ജിന്ന്. ഈ ജിന്ന് ആരുടെ കൈവശമുണ്ടോ അവർക്കൊക്കെ ഭാഗ്യമുണ്ടാകും. അവരെന്താഗ്രഹിക്കുന്നോ അതെല്ലാം നടക്കും. 700 വർഷം മുൻപ് ഇവിടെ ജീവിച്ചിരുന്ന രാജാവാണെങ്കിൽ തനിക്ക് യുദ്ധത്തിലേക്ക് ജയിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ശക്തിയുടെ സഹായം ആവശ്യമാണെന്ന് മന്ത്രവാദിയോട് പറയുന്നു. അങ്ങനെ മന്ത്രവാദിയാണെങ്കിൽ ഒരു ജിന്നിനെ രൂപീകരിച്ച് രാജാവിന് നൽകുകയാണ്. ആ ജിന്ന് രാജാവിന്റെ കൈവശം വന്നതോടുകൂടി രാജാവ് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും രാജാവിന് നടക്കുവാനായും തുടങ്ങി. യുദ്ധങ്ങളിലൊക്കെ ജയിക്കുകയും താൻ ആഗ്രഹിച്ച രാജ്യങ്ങളൊക്കെ സ്വന്തമാക്കുവാനായിട്ടും രാജാവിന് കഴിഞ്ഞു. ആ ജിന്ന് വന്നതോടുകൂടി രാജാവിന്റെ ആ ഒരു രാജ്യമുണ്ടല്ലോ, ആ രാജ്യവും രാജ്യത്തുള്ള പ്രജകളെല്ലാം ഉയർച്ചയിലേക്ക് തന്നെ പോയി. ഈ വിവരം പറഞ്ഞ ഓരോ പ്രജകളും അവരവരുടെ ആവശ്യത്തിനായി ജിന്നിനെ രൂപീകരിക്കുകയും അവരവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ജിന്നിനെ ഉപയോഗിക്കുകയും ചെയ്തു. അങ്ങനെ ഓരോ കുടുംബക്കാരും ജിന്നിനെ ഒരു പെറ്റായിട്ട് വളർത്തുവാനായും തുടങ്ങി. അങ്ങനെയുള്ള അവസാനത്തെ ജിന്നാണ് ദേ ഈ ബോക്സിലുള്ളത്. അതും രാജാവിന്റെ കൈവശമുണ്ടായിരുന്ന ജിന്ന്. ഈ ജിന്നിനെ കയ്യിൽ വെച്ചിട്ട് എന്താഗ്രഹം പറഞ്ഞാലും അത് ഉറപ്പായി നടക്കുമെന്നും ആ കടക്കാരൻ പറയുന്നു.
പക്ഷെ വളരെ സൂക്ഷിച്ചു വേണം ഉപയോഗിക്കാനെന്നും പ്രത്യേകം കടക്കാരൻ പറയുന്നുണ്ട്. അതേസമയം ആ ബോക്സിന് മുകളിലായിട്ട് കൈ വെച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ശക്തി. ഇവനാണെങ്കിൽ വരുന്ന വഴിയിൽ ഒരു ലോട്ടറി എടുത്തിരുന്നു, 5 ലക്ഷം രൂപയുടെ. അതേസമയം തന്നെയായിരുന്നു ശക്തിക്കൊരു കോൾ വരുന്നത്. അവനെടുത്ത് ലോട്ടറി അടിച്ചു, അവന് 5 ലക്ഷം രൂപ കിട്ടാൻ പോവുകയാണെന്നും പറഞ്ഞു. അത് കേട്ടതും ശക്തിക്ക് ഒരുപാട് സന്തോഷമായി. ഞാനീ ഒരു ബോക്സിന് മുകളിൽ കൈവച്ച് നിന്നതല്ലേ ഉള്ളൂ, അതേസമയം തന്നെ എന്റെ ലോട്ടറി അടിച്ചല്ലോ. അപ്പോൾ ഇയാൾ പറയുന്നതെല്ലാം സത്യമാ. ഈ ഒരു ജിന്ന് കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന എന്തും എനിക്ക് നടക്കുമല്ലോ എന്നും ശക്തി ചിന്തിക്കുന്നു. അങ്ങനെ നമ്മുടെ ശക്തി മലേഷ്യയിൽ നിന്നും ജിന്നുള്ള ബോക്സുമായിട്ട് തമിഴ്നാട്ടിലേക്ക് വന്നിറങ്ങിയിരിക്കുകയാണ്. കൂട്ടുകാരൻ വിളിച്ചു കൊണ്ടുപോകുവാൻ വരുമെന്ന് പ്രതീക്ഷിച്ച് കൂട്ടുകാരനെ കാത്തു നിൽക്കുന്ന സമയം അവനാണെങ്കിൽ കൂട്ടുകാരനെ വിളിക്കുകയാണ്. അതേസമയമായിരുന്നു ഒരു പെൺകുട്ടിയാണെങ്കിൽ ശക്തി നിൽക്കുന്ന അടുത്തേക്ക് അവളുടെ ബാഗുമായിട്ട് വന്ന് നിൽക്കുന്നതും. ഈ ശക്തിയാണെങ്കിൽ കൂട്ടുകാരനെ ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയ്ക്ക് അറിയാതെ ആ ഒരു പെൺകുട്ടിയുടെ ബാഗും എടുത്തുകൊണ്ട് പോകുന്നു. അവളാണെങ്കിൽ അതെ ഇത് എന്റെ ബാഗാണെന്ന് പറഞ്ഞ് ശക്തിയുടെ കയ്യിൽ നിന്നും തന്റെ ബാഗ് വാങ്ങും. ആ ഒരു പെൺകുട്ടിയാണ് നമ്മുടെ കഥാനായികയായ പ്രിയയെ ആദ്യ കാഴ്ചയിൽ കണ്ടതും ശക്തിക്ക് ഒരുപാട് ഇഷ്ടമായി. പ്രിയയ്ക്കും ശക്തിയെ ആദ്യ കാഴ്ചയിൽ തന്നെ ഇഷ്ടമായി. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ് അവിടെ വർക്കൗട്ട് ആയതും. ഇവർക്ക് രണ്ടുപേർക്കും മുൻ ജന്മത്തിൽ കണ്ടതുപോലെ വല്ല കണക്ഷനുമുണ്ടോ എന്നൊക്കെയുള്ള ഒരു തോന്നലും അവരുടെ മനസ്സിലുണ്ടാകുന്നു. അതേസമയമായിരുന്നു ശക്തിയെ കൂട്ടുകൊണ്ടു പോകുവാനായിട്ട് അവന്റെ കൂട്ടുകാരൻ വന്നത്. കാറിൽ വരുമെന്നാണ് പ്രതീക്ഷിച്ചത്, പക്ഷെ ഓട്ടോയിലാണ് വന്നത്. അങ്ങനെ ശക്തിയും കൂട്ടി ഓട്ടോയിൽ അവൻ പോകുന്ന സമയം ഓപ്പോസിറ്റ് ആ പെൺകുട്ടിയുണ്ടല്ലോ പ്രിയ, അവളും കാറിൽ വരുന്നു. പ്രിയയും ശക്തിയും കണ്ണിൽ നോക്കുകയാണ്. ശക്തി അങ്ങനെ വീട്ടിലെത്തി ഉടനെ തന്നെ ശക്തിയാണെങ്കിൽ ആ ഒരു തടി കൊണ്ടുള്ള ബോക്സ് ഉണ്ടല്ലോ ജിന്നുള്ള, ആ ഒരു ബോക്സ് എടുത്ത് വീട്ടുകാരെ കാണിക്കും. ഈ ഇരിക്കുന്ന ബോക്സില്ലേ, ഇതിനുള്ളിലായിട്ട് 700 വർഷങ്ങൾ പഴക്കമുള്ള ഒരു ജിന്നുണ്ട്. ഈ ജിന്ന് നമ്മളുടെ കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യവും നമുക്ക് സാധിക്കാനായിട്ട് പറ്റും. നമുക്ക് നല്ലതേ ഈ ജിന്ന് കാരണം വരൂ, പക്ഷേ നല്ലത് ചെയ്താൽ നല്ലത് വരും, എന്നാൽ ചീത്ത ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ചീത്തയേ ഉണ്ടാകൂ. അതുകൊണ്ട് ഈ ജിന്നിനെ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. എല്ലാ ദിവസവും രാത്രി 12 മണിയാകുമ്പോൾ ജിന്നിന് കഴിക്കുവാനായിട്ട് ആഹാരം കൊടുക്കണം, അതും പാലും ബിസ്ക്കറ്റും. കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ജിന്ന് നമുക്കിട്ട് പണി തരും. അത് കേട്ടതും വീട്ടുകാരെല്ലാവരും ഞെട്ടിപ്പോകുന്നു. നീ എന്തിനാ ഇങ്ങനെയുള്ളൊരു ജിന്നിനെയൊക്കെ വിളിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നത്? ഇതിനെയൊന്നും വേണ്ടായിരുന്നല്ലോ, എന്തിനാ നമ്മളായിട്ട് പ്രശ്നങ്ങൾ എടുത്ത് തലയിൽ വെക്കുന്നത് എന്ന് വീട്ടുകാർ പറയുന്നു. എന്നാൽ ശക്തി പറയുന്നത്, അല്ല, നമ്മൾ ഇതിനെ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ ഇതും നല്ലതാ, നമുക്ക് നല്ലതേ ചെയ്യൂ, മോശമായിട്ടുള്ള ഒന്നും ചെയ്യരുത് എന്നുള്ള കാര്യവും പ്രത്യേകം ശക്തി പറയുന്നു. അതേസമയമായിരുന്നു ശക്തിയുടെ മുത്തശ്ശിയാണെങ്കിൽ ബാത്റൂമിൽ തെന്നി വീഴുന്നതും. മുത്തശ്ശിക്കാണെങ്കിൽ എഴുന്നേൽക്കാൻ പോലും വയ്യ. ഈ ഒരു ജിന്ന് ഇവിടെ വന്നതോടുകൂടി ഞാൻ ബാത്റൂമിൽ തെന്നി വീണല്ലോ എന്ന് പറഞ്ഞ് മുത്തശ്ശി വല്ലാതെ ബഹളമുണ്ടാക്കുന്നു. ശക്തിയും ചിന്തിക്കും, അയ്യോ പ്രശ്നമായോ ജിന്ന് വന്നത് എന്നൊക്കെ അവൻ ചിന്തിച്ച് ശക്തിയും കൂട്ടുകാരനും ചേർന്ന് മുത്തശ്ശിയെ തൂക്കിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. സിറ്റിയിലുള്ള ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുവരുന്നതും. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതും അവിടെ വെച്ചവൻ പ്രിയയെ കാണുന്നു. അപ്പോൾ ശക്തിക്ക് ഒരു കാര്യം മനസ്സിലായി. എന്തുകൊണ്ടായിരിക്കാം മുത്തശ്ശി വീണിട്ടുണ്ടാവുക? പ്രിയയെ ശക്തിക്ക് കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പോൾ ജിന്ന് തനിക്ക് നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നും ശക്തി ചിന്തിക്കും. അങ്ങനെ ശക്തിക്കാണെങ്കിൽ പ്രിയയെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു. പ്രിയ ഹോസ്പിറ്റലിലെ നഴ്സാണ്. മുത്തശ്ശിയുടെ കാര്യം അറിയുന്നതിന് വേണ്ടിയിട്ട് ശക്തിയാണെങ്കിൽ പ്രിയയോട് സംസാരിക്കും. അങ്ങനെ രണ്ടുപേരും നല്ല കൂട്ടാവുകയാണ്. പോകുവാനായി ഇറങ്ങുന്ന സമയത്ത്, അല്ല, മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയണ്ടേ, അതുകൊണ്ട് നിങ്ങളുടെ നമ്പർ ഒന്ന് തരുമോ എന്ന് പ്രിയ ശക്തിയോട് ചോദിക്കുന്നു. ശക്തിക്കാണെങ്കിൽ അത് കേട്ടതും വല്ലാത്ത സന്തോഷം. അവനൊന്നും നോക്കാതെ അവന്റെ നമ്പർ എഴുതി കൊടുക്കും. എന്നിട്ട് പ്രിയയുടെ നമ്പരും വാങ്ങുന്നു. ശക്തിക്കുള്ളതുപോലെ തന്നെ പ്രിയയ്ക്കും ശക്തിയെ ആദ്യ കാഴ്ചയിൽ തന്നെ ഇഷ്ടമായല്ലോ. അവൾക്കും അവനോട് ചെറിയ പ്രണയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രിയ തന്നെ ശക്തിയുടെ നമ്പർ ആദ്യമേ ചോദിച്ചു വാങ്ങിയതും. ശക്തിക്ക് അവരുടെ നാട്ടിൽ തന്നെ ഒരു മ്യൂസിക് ബാൻഡ് ആരംഭിക്കണം എന്നാണ് ആഗ്രഹവും. പക്ഷേ അവന്റെ കയ്യിലിരിക്കുന്ന 5 ലക്ഷം രൂപ കൊണ്ട് ഒന്നും നടക്കത്തേയില്ല. എങ്ങനെയായാലും എക്യുപ്മെന്റ്സ് ഒക്കെ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒരു 10-15 ലക്ഷം രൂപ ചിലവാകും. അതിനു വേണ്ടിയിട്ട് അവൻ കൂട്ടുകാരനെയും കൂട്ടി പലിശയ്ക്കൊക്കെ കാശ് കൊടുക്കുന്ന ആളിനടുത്തേക്ക് പോകുന്നു. അവൻ ചെന്ന് ചോദിച്ചു ഉടനെ തന്നെ അവന് 15 ലക്ഷം രൂപ കാശ് കിട്ടി. വേറൊരു എതിർപ്പും അതിനുണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ ചിന്തിക്കുന്നത്, ആ ഒരു ജിന്ന് വന്നതുകൊണ്ടാ തനിക്ക് എത്രയും വേഗം കാര്യങ്ങളെല്ലാം നല്ല രീതിക്ക് നടക്കുന്നത് എന്നായിരുന്നു. എപ്പോൾ പുറത്തു പോയി കഴിഞ്ഞാലും ശക്തി ഉടനെ തന്നെ തന്റെ വീട്ടിൽ ചേച്ചിയെ വിളിച്ചിട്ട് 12 മണിയാകുന്ന സമയത്ത് ജിന്നിന് ആഹാരം കൊടുക്കണം, പാലും ബിസ്ക്കറ്റും കൊടുക്കാൻ മറക്കരുതെന്നും ചേച്ചിയോട് പറയുന്നു. അങ്ങനെ ചേച്ചി എന്നും രാത്രി 12 മണിയാകുമ്പോൾ അലാറം വെച്ച് ഉണർന്നിട്ടായാലും ജിന്നിന് ആഹാരം കൊടുക്കുവാനായും പോകും. പാലും ബിസ്ക്കറ്റും കൊണ്ടുവന്ന് തടി കൊണ്ടുള്ള ആ ഒരു ബോക്സിനുള്ളിലേക്ക് വെക്കുന്നു.
ചേച്ചിക്കാണെങ്കിൽ സംശയമാണ്, കൊടുക്കുന്ന ബിസ്ക്കറ്റും പാലും ഒക്കെ ഇത് കഴിക്കുന്നുണ്ടായിരിക്കുമോ എന്ന് ചെക്ക് ചെയ്യുവാനായിട്ട് ആ ഒരു ബോക്സ് വീണ്ടും സൈഡൊന്ന് ഓപ്പൺ ആക്കി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച പാലും ബിസ്ക്കറ്റും എല്ലാം തീർന്നിരിക്കുന്നു. അപ്പോൾ ഇതിനുള്ളിൽ ജിന്നുണ്ട്. അപ്പോൾ ജിന്ന് തന്നെയായിരിക്കും ഇത് കഴിക്കുന്നതെന്ന് ചേച്ചിക്ക് വല്ലാതെ പേടിയാകുവാനായി തുടങ്ങി. നമ്മുടെ ശക്തിയാണെങ്കിൽ ജിന്നിനെ നല്ല രീതിക്ക് കാണുമെങ്കിൽ വീട്ടുകാരാണെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി, വീട്ടിനുള്ളിൽ ഒരു പ്രേതം ഇരിക്കുന്നത് പോലെയാണ് അവർക്ക് ഈ ജിന്നിനെ ഫീൽ ചെയ്യുന്നതും. ശക്തിക്കാണെങ്കിലോ ഹോസ്പിറ്റലിൽ പോയി എങ്ങനെയെങ്കിലും പ്രിയയെ കാണണം. പക്ഷേ വീട്ടിലാർക്കും ഒരസുഖവുമില്ല. അവൻ അതിനെപ്പറ്റിയൊക്കെ ചിന്തിച്ച് റോഡിൽ കൂടി നടക്കുന്ന സമയത്തായിരുന്നു ദേ ആള് കൂടി നിൽക്കുന്നു റോഡിൽ. അവൻ ചെന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച നമ്മുടെ പ്രിയയാണെങ്കിൽ റോഡിൽ വീണ് കിടക്കുന്നു. അവളുടെ വണ്ടി ചെറുതായിട്ടൊന്ന് ആക്സിഡന്റ് ആയി, കയ്യിലൊക്കെ ചെറിയ മുറിവുമുണ്ട്. ഉടനെ തന്നെ ശക്തിയാണെങ്കിൽ അവിടേക്ക് ഓടിച്ചെല്ലും. ശക്തിയുടെ മനസ്സിലാണെങ്കിൽ ജിന്നിനെയാണ് അപ്പോൾ ഓർമ്മ വന്നത്. ജിന്നിന് അവൻ ഒരുപാട് നന്ദി പറഞ്ഞിട്ട് പ്രിയയെ പിടിച്ച് എഴുന്നേൽപ്പിക്കും. എന്റെ വീട് ഇവിടെ അടുത്താ, നമുക്ക് വീട്ടിലേക്ക് പോകാം, ഞാൻ മരുന്ന് വെച്ച് തരാമെന്നൊക്കെ പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരും. പ്രിയയും കൊണ്ട് വീട്ടിൽ വന്ന ശക്തിയാണെങ്കിൽ അവന്റെ അച്ഛനെയും അമ്മയെയും മുത്തശ്ശിയും ചേച്ചിയും ചേട്ടനെയും ചേച്ചിയുടെ കൊച്ചിനെയും ഒക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അവന്റെ ഫാമിലിയുമായിട്ട് പ്രിയ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ പ്രിയയ്ക്കാണെങ്കിൽ ശക്തിയുടെ ഫാമിലിയെ ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ അവർ നല്ല ഫ്രണ്ട്ഷിപ്പായിട്ട് മുന്നോട്ട് പോകുന്ന സമയം അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ശക്തിയാണെങ്കിൽ പ്രിയയെ പ്രപ്പോസ് ചെയ്യും. ശക്തി പ്രപ്പോസ് ചെയ്ത ഉടനെ തന്നെ പ്രിയ എസ് പറയുന്നു. കാരണം ശക്തിയുടെ ഫാമിലിയെ പ്രിയയ്ക്ക് ഒരുപാട് ഇഷ്ടമായി. ഇത്തരമൊരു ഫാമിലിയിൽ വന്ന് കയറുന്നതിന് ഞാൻ ഭാഗ്യം ചെയ്യണമെന്നാണ് അവൾ പറയുന്നത്. അങ്ങനെ അവർ പ്രണയിക്കുവാനായും ആരംഭിച്ചു. പതിയെ പതിയെ അവരുടെ പ്രണയമാണെങ്കിൽ വിവാഹത്തിലെത്തുകയാണ്. ശക്തി ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളും നടക്കുവാനായി ആരംഭിച്ചല്ലോ. ശക്തി കൂട്ടുകാരടുത്ത് പറയും, ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഞാൻ സ്നേഹിച്ച പെണ്ണിനെ തന്നെ എനിക്ക് വിവാഹം കഴിക്കുവാനായും പറ്റി. എനിക്ക് മ്യൂസിക് ബാൻഡ് തുടങ്ങണമെന്നാണല്ലോ ആഗ്രഹം. അതിനു വേണ്ടിയിട്ടുള്ള 15 ലക്ഷം രൂപയും എനിക്ക് കിട്ടി. ഇതിനെല്ലാത്തിനും കാരണം മലേഷ്യയിൽ നിന്നും ഞാൻ കൊണ്ടുവന്ന ആ ജിന്നാണെന്നും ശക്തി കൂട്ടുകാരോട് പറയുന്നു. എന്നാൽ ശക്തിക്കിത് നല്ല കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ വീട്ടിലാണെങ്കിൽ ആകെ പ്രശ്നം. വീട്ടിലുള്ളവർക്കാണെങ്കിൽ ഓരോരോ കാര്യങ്ങളും സംഭവിക്കുകയാണ്. അവരാണെങ്കിൽ രാത്രി സമയങ്ങളിലെല്ലാം അമാനുഷികമായിട്ടുള്ള ചില രൂപങ്ങളെയൊക്കെ കാണുന്നു. മാത്രവുമല്ല അവിടെ ഇവിടെയായിട്ട് ഓരോ ശബ്ദങ്ങളും അങ്ങനെയൊക്കെ അവർക്ക് കേൾക്കുവാനായും തുടങ്ങി. കൂടാതെ വീട്ടിൽ ഓരോ പ്രശ്നങ്ങളും. മൊത്തത്തിൽ പറഞ്ഞാൽ വീട്ടിലുള്ളവർക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുവാനായും തുടങ്ങി. ശക്തിയുടെ സഹോദരിയുടെ ഭർത്താവാണെങ്കിൽ ഒരിക്കൽ വണ്ടിയിൽ പോകുന്ന സമയത്ത് ആക്സിഡന്റ് ആകുന്നു. അതോടുകൂടി വീട്ടിലെ എല്ലാവർക്കും ആ ഒരു ജിന്നിനോട് വല്ലാത്ത ദേഷ്യം. നീ ഈ ഒരു ജിന്നിനെ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷമാ ഇത്രയും കാര്യങ്ങൾ ഈ കുടുംബത്തിൽ സംഭവിക്കുന്നത്. എത്രയും വേഗം ഇതിനെ ഇവിടുന്ന് കൊണ്ടുപോകണമെന്നും ശക്തിയോട് പറയുന്നു. എന്നാൽ ശക്തിയാണെങ്കിൽ തനിക്ക് നല്ലത് ചെയ്ത ജിന്നിനെ കളയുവാനായിട്ട് തയ്യാറാകുന്നില്ല. അതിനെ താൻ ഉപേക്ഷിക്കത്തില്ല എന്നാണ് ശക്തി പറയുന്നതും. അങ്ങനെ ഇരിക്കെ ശക്തിയുടെ സഹോദരിയാണെങ്കിൽ ഗർഭിണിയായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രസവ വേദന വരികയാണ്. ഉടനെ തന്നെ ഹോസ്പിറ്റലിലും എത്തിക്കും. അങ്ങനെ സഹോദരിയാണെങ്കിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകുകയാണ്. ഡിസ്ചാർജായി വീട്ടിലേക്ക് വരുന്ന സമയത്ത് എല്ലാവരും കാണുന്ന കാഴ്ച ശക്തിയുടെ ഭാര്യയായിട്ടുള്ള പ്രിയയാണെങ്കിൽ വീട്ടിൽ ബോധം കെട്ട് കിടക്കുന്നതാണ്. എന്നാൽ ജീവനുണ്ട്. എത്രയും വേഗം അവളെ ഹോസ്പിറ്റലിലേക്കും എത്തിക്കും. ഭാഗ്യത്തിനാണ് അവൾ രക്ഷപ്പെട്ടത്. പ്രിയക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുവാനായിട്ടുള്ള കാരണം ആ ജിന്നാണെന്ന് വീട്ടുകാരെല്ലാവരും പറയുന്നത് കൊണ്ട് തന്നെ ശക്തിയാണെങ്കിൽ ആ തടി കൊണ്ടുള്ള ബോക്സ് ഉണ്ടല്ലോ, ജിന്നുള്ള ആ ഒരു ബോക്സ് കൊണ്ടുവന്ന് തെരുവിൽ ഉപേക്ഷിക്കും. എന്നാൽ അവൻ ഉപേക്ഷിച്ചിട്ട് പോയ ഉടനെ തന്നെ അതിനുള്ളിൽ നിന്നും എന്തോ പുക പോലെയൊക്കെ ആ ഒരു ജിന്നിന്റെ രൂപം പുറത്തേക്ക് വരുന്നുണ്ട്. അവൻ ആ ഒരു ബോക്സ് തെരുവിൽ ഉപേക്ഷിച്ചെങ്കിലും ആ ജിന്നാണെങ്കിൽ അവരുടെ വീട്ടിൽ കടന്നുകൂടുവാനായും ആരംഭിച്ചു. പ്രിയയ്ക്കാണെങ്കിൽ ഇതുവരെയും ബോധം വന്നിട്ടില്ല. പ്രിയയാണെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുകയാണല്ലോ. അവൾക്ക് വെച്ചിരുന്ന ഓക്സിജൻ മാസ്ക് ആണെങ്കിൽ ആരോ മാറ്റുന്നുണ്ട്. അതേസമയം തന്നെ ശക്തിയുടെ ദേഹത്തേക്ക് എന്തോ പ്രവേശിക്കുന്നത് പോലെ അവന് തോന്നിയിട്ട് എത്രയും വേഗം പ്രിയയുടെ അടുത്ത് എത്തണമെന്നും പറയും. അങ്ങനെ അവൻ പ്രിയയുടെ അടുത്ത് എത്തുമ്പോൾ കാണുന്ന കാഴ്ച ശ്വാസത്തിനു വേണ്ടി പിടയുന്ന പ്രിയയാണ്. പ്രിയയുടെ ഓക്സിജൻ മാസ്ക് അവനെടുത്ത് വെച്ചു കൊടുക്കും. അതേസമയം ശക്തിയുടെ അടുത്ത് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ആ ജിന്നിനെയാണ്. അപ്പോഴാണ് അവൻ ജിന്നിന്റെ യഥാർത്ഥ രൂപം കാണുന്നതും. ജിന്ന് പറയുന്നത്, ദേ നോക്ക് നൻപ, നിനക്ക് നല്ലത് ചെയ്യുവാൻ വേണ്ടിയിട്ടാ ഞാൻ എത്തിയിരിക്കുന്നത്. പ്രിയയുടെ ഓക്സിജൻ മാസ്ക് മാറ്റിയത് ഡോക്ടറിന്റെ വേഷത്തിൽ വന്ന ദേ അവനാണെന്ന് പറഞ്ഞിട്ട് ജിന്ന് കാണിച്ചു കൊടുക്കുന്നു. ഉടനെ തന്നെ ശക്തിയാണെങ്കിൽ ആ ഡോക്ടർ വേഷത്തിൽ വന്നവനെ പിടിച്ചു നിർത്തി ഒരുപാട് തല്ലും. ഏകദേശം അവൻ മരിക്കും വിധം തല്ലുകയാണ് ശക്തി. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ ജിന്നിനടുത്തെത്തിയ ശക്തിയാണെങ്കിൽ, അല്ല ഞാൻ നിന്നെ ഒന്ന് വേണ്ടെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചതല്ലേ, പിന്നെന്തിനാ നീ എനിക്ക് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നും ജിന്നിനോട് ശക്തി ചോദിക്കുന്നു. അപ്പോൾ ജിന്നാണെങ്കിൽ ഒരു പഴയ കഥ പറയും. 700 വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു കഥ. ഇന്തോനേഷ്യ മുഴുവൻ അടക്കി വാണ്ടിരുന്ന ഒരു രാജാവ്. ഈ രാജാവിനാണെങ്കിൽ ഒരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു. അവളെ വിവാഹം കഴിച്ച് തന്റെ റാണിയാക്കി.
രാജാവിന് യുദ്ധങ്ങളിലൊക്കെ ജയിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നല്ലൊരു ജിന്നിന്റെ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെയാണ് മന്ത്രവാദി ഒരു നല്ല ജിന്നിനെ രാജാവിന് കൊടുത്തതും രാജാവിന് ഒരുപാട് ഹെൽപ്പുകൾ ആ ജിന്ന് ചെയ്തിട്ടുണ്ട്. രാജാവിനടുത്തേക്ക് ആരെയും അടുക്കുവാനായിട്ട് ആ ജിന്നെ സമ്മതിച്ചതേയില്ല. ജിന്നാണെങ്കിൽ രാജാവിന് നല്ലൊരു വിശ്വാസിയായിരുന്നു. എന്നാൽ ഈ ഒരു കാര്യമെല്ലാം അവിടുത്തെ മന്ത്രിക്ക് അത്ര ഇഷ്ടമാകുന്നതേയില്ല. എങ്ങനെയെങ്കിലും ഒരു സാഹചര്യം കിട്ടുമ്പോൾ രാജാവിനെയും റാണിയെയും കൊന്നിട്ട് ആ ഒരു രാജ്യം സ്വന്തമാക്കണമെന്നാണ് മന്ത്രിയുടെ ആഗ്രഹവും. പക്ഷേ ജിന്നിരിക്കുമ്പോൾ രാജാവിന്റെ അടുത്തേക്ക് അടുക്കുവാനായിട്ട് മന്ത്രിക്ക് കഴിയത്തില്ലല്ലോ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാജാവ് കോട്ട വിട്ട് പുറത്തു പോയ സമയം മന്ത്രിയാണെങ്കിൽ ആരും അറിയാതെ ഒരു മന്ത്രവാദിയെ വിളിച്ചു വരുത്തി ഒരു മോശമായൊരു ജിന്നിനെ രൂപീകരിച്ചു. എന്നിട്ട് ആ ജിന്നിനെ ഉപയോഗിച്ച് നമ്മുടെ നല്ല ജിന്നിലെ ആ ജിന്നിനെ ഒരു ബോക്സിനുള്ളിലേക്ക് ആവാഹിച്ചിട്ട് ആ ബോക്സ് ഉപേക്ഷിക്കുകയാണ് ചെയ്തതും. എന്നിട്ട് അതിനുശേഷം ആ ഒരു മോശമായ ജിന്നിനെ ഉപയോഗിച്ച് മഹാറാണിയെ ആ ഒരു കോട്ടയിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്തുകയും ചെയ്തു. മഹാറാണി മരണപ്പെട്ട വാർത്ത രാജാവ് അറിയുകയാണ്. രാജാവിനത് താങ്ങാൻ പറ്റിയില്ല. എന്നാൽ മന്ത്രി പറയുന്നത് രാജാവിനൊപ്പമുള്ള ജിന്ന് കാരണമാണ് മഹാറാണി മരണപ്പെട്ടതെന്നായിരുന്നു. പക്ഷെ രാജാവ് പറയുന്നത് ഒരിക്കലും എന്നോടൊപ്പമുള്ള ജിന്ന് അങ്ങനെ ചെയ്യില്ല. ആ ജിന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലൊരു വിശ്വസ്തനായിരുന്നു. പക്ഷെ മന്ത്രിയുടെ കൈവശമുള്ള ജിന്നിനെ പറ്റി രാജാവിനറിയാം. രാജാവ് പറയുന്നത് നിന്റെ കൈവശമുള്ള ഈ ഒരു ജിന്ന് കാരണമാ ഇങ്ങനെ സംഭവിച്ചത്. എത്രയും വേഗം അതിനെ ആവാഹിച്ച് ഒരു ബോക്സിനുള്ളിലാക്കിയിട്ട് കടലിൽ കൊണ്ടുവന്ന് കളയണമെന്നും രാജാവ് പറയുന്നു. രാജാവ് പറഞ്ഞതുപോലെ തന്നെ ആ ഒരു മോശമായ ജിന്നിനെ ആവാഹിച്ച് ഒരു വലിയ ബോക്സിനുള്ളിലാക്കിയിട്ട് അതും തടി കൊണ്ടുള്ള ബോക്സിനുള്ളിലാക്കിയിട്ട് കടലിൽ കൊണ്ടുവന്ന് ഉപേക്ഷിക്കും. അതൊക്കെ കഴിഞ്ഞ് കുറേ നാളുകൾ കടന്നുപോയി. രാജാവാണെങ്കിൽ റാണിയില്ലാത്ത ദുഃഖം സഹിക്കാനായില്ല. അങ്ങനെ ഒരു ഘട്ടത്തിൽ രാജാവ് മരണപ്പെട്ടു പോയി. രാജാവിന്റെ മരണത്തോടു കൂടി ആ രാജ്യം സ്വന്തമാക്കിയ മന്ത്രിയാണെങ്കിൽ അവിടെ അടക്കി ഭരിക്കുവാനായും തുടങ്ങി. എന്നാൽ കടലിൽ ഉപേക്ഷിക്കപ്പെട്ട ആ ഒരു ജിന്നുണ്ടല്ലോ, അതാണെങ്കിൽ ആ ബോക്സിൽ നിന്നും പുറത്തേക്ക് വന്നു. എന്നിട്ട് രാജ്യത്തുള്ള ഓരോ ജനങ്ങളുടെയും ദേഹത്ത് കൂടി അവിടെ ഓരോ അക്രമങ്ങളും കാണിക്കുവാനായും തുടങ്ങി. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ കടന്നുപോയി. അവസാനമായി ജിന്നെത്തിയത് സിനിമയുടെ തുടക്കത്തിൽ കാണിച്ചില്ലേ ഒരു ഭായ് ഒരു ജിന്നിനെ തളച്ചത്, അവസാനമായി വന്നെത്തിയത് ആ ഒരു ഭായിയുടെ കൈവശമാ. ശക്തിക്കൊപ്പമുള്ള ഈ ഒരു ജിന്നാണെങ്കിൽ മറ്റൊരു സത്യം കൂടി തുറന്നു പറയുന്നു. 700 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ആ ഒരു രാജാവും റാണിയുമില്ലേ, അവരാണെങ്കിൽ പിന്നീട് പുനർജനിക്കുകയുണ്ടായി. പക്ഷേ പക്ഷികളായും മൃഗങ്ങളായും പല പല ജീവികളുമായിട്ടൊക്കെയാണ് പുനർജനിച്ചത്. എന്നാൽ ആദ്യമായിട്ടാണ് അവർ മനുഷ്യരൂപത്തിൽ പുനർജനിച്ചതും. അതാണ് ശക്തിയും പ്രിയയും എന്നും ആ ജിന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് ശക്തിക്കും പ്രിയയ്ക്കും മുൻ ജന്മത്തിലേക്ക് കണ്ടതുപോലെ ഒരു തോന്നലും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുള്ളതും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പാവം ജിന്ന് അവർ മനുഷ്യരായി പുനർജനിക്കുന്നത് വരെ കാത്തിരുന്നതും. അവർക്ക് എന്തു വന്നാലും അവരെ രക്ഷിക്കുമെന്നും ഈ ജിന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഈ കഥകളെല്ലാം കേട്ടുകൊണ്ടുവന്ന ശക്തിയാണെങ്കിൽ അതെല്ലാം ശരി, എന്തിനായിരിക്കും പ്രിയയെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ഡോക്ടറായിട്ട് വേഷം മാറി വന്ന് അയാൾ അങ്ങനെ ശ്രമിച്ചത്? അതിന് പിന്നിൽ എന്തെങ്കിലും കാരണം കാണുമല്ലോ, നമുക്കത് കണ്ടുപിടിക്കണമെന്നും ജിന്നിനോട് ശക്തി പറയുന്നു. അങ്ങനെ ശക്തിയാണെങ്കിൽ അത് കണ്ടുപിടിക്കുവാനായും തീരുമാനിക്കുന്ന സമയത്താണ് ഞെട്ടിക്കുന്ന കുറെ കാര്യങ്ങൾ ശക്തി അറിയുന്നത്. ഈ പ്രിയ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത് RK ഹോസ്പിറ്റലിലാണ്. ഇതേ ഹോസ്പിറ്റലിന്റെ ഹെഡാണ് രവി, ഫൗണ്ടറാണ് രാധാകൃഷ്ണൻ. ഈ രവിയാണെങ്കിൽ എല്ലാവരെയും വിശ്വസിപ്പിച്ചിരുന്നത് രാധാകൃഷ്ണൻ മരണപ്പെട്ടു എന്നാണ്. പക്ഷെ രാധാകൃഷ്ണൻ മരിച്ചിട്ടില്ല. രാധാകൃഷ്ണനെ കോമയിലാക്കി വെച്ചിരിക്കുകയാണ് രവി. രാധാകൃഷ്ണന്റെ സ്വത്ത് എങ്ങനെയെങ്കിലും തട്ടിയെടുക്കണം, അതാണ് രവിയുടെ ഉദ്ദേശവും. രാധാകൃഷ്ണനാണെങ്കിലോ കല്യാണവും കഴിച്ചിട്ടില്ല, മക്കളുമില്ല. തന്റെ മകന്റെ പേരിലേക്കാണ് ഈ രവിയാണെങ്കിൽ രാധാകൃഷ്ണന്റെ സ്വത്തെല്ലാം മാറ്റുവാനായും ശ്രമിച്ചത്. സ്വത്ത് മാറിയെന്ന് ഉറപ്പു വന്നതോടുകൂടി രാധാകൃഷ്ണനെ കൊലപ്പെടുത്തുവാനായിട്ടും രവി തീരുമാനിച്ചു. രാധാകൃഷ്ണനെ പോയിസൺ ഇഞ്ചക്ട് ചെയ്യുന്നത് നമ്മുടെ പ്രിയ കണ്ടിരുന്നു. അവളാണെങ്കിൽ വീഡിയോ എടുത്ത് വെക്കുകയും ചെയ്തു. ആ വിവരം അറിഞ്ഞ രവിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും പ്രിയയെ കൊല ചെയ്യണം. പ്രിയയെ കൊല്ലുവാനായിട്ട് ഒരുപാട് ശ്രമിച്ചു, ആക്സിഡന്റ് ആക്കുവാനായും നോക്കി. എന്നിട്ടും പ്രിയ മരിച്ചില്ല. അതുകൊണ്ട് തന്നെ പ്രിയയുടെ വീട്ടിൽ ആരുമില്ല എന്ന് തക്കം നോക്കിയിട്ടാണ് വീട്ടിൽ കയറി അവളെ ആക്രമിച്ചതും. അവൾ മരിച്ചു എന്ന് കരുതിയാണ് അവർ അവിടെ നിന്ന് പോയത്. പ്രിയയുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് സംഭവിച്ചത്. ഒരിക്കൽ ശക്തിയുടെ ചേച്ചി പ്രസവിക്കുവാനായി കിടന്ന ദിവസം പ്രിയയാണെങ്കിൽ വീട്ടിൽ ബോധം കെട്ട് കിടന്നില്ലേ. അവരെല്ലാവരും വന്ന് നോക്കിയപ്പോൾ ബോധമില്ലാതെ കിടക്കുന്ന പ്രിയയല്ലേ അവർ കണ്ടത്. അതിന് കാരണം ജിന്നാണെന്നാണ് അവർ കരുതിയത്. പക്ഷെ അല്ലായിരുന്നു. ഈ രവി അയാളുടെ കുറെ ഗുണ്ടകളെയും മകനെയും എല്ലാം പ്രിയ ഒറ്റയ്ക്കാണെന്ന് മനസ്സിലാക്കി വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. അവരാണെങ്കിൽ പ്രിയയെ ഒരുപാട് ഉപദ്രവിക്കും. അവസാനം പ്രിയ ബോധം കെട്ട് വീണപ്പോൾ മരിച്ചു എന്ന് കരുതിയാണ് അവർ അവിടെ നിന്നും പോയത്. പക്ഷേ പ്രിയ മരിച്ചിട്ടില്ലായിരുന്നു. അവൾ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. ആ ഒരു കാര്യവും രവി അറിഞ്ഞു. അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ പ്രിയയെ കൊല്ലുവാനായിട്ട് ഈ രവിയാണെങ്കിൽ ഡോക്ടറിന്റെ വേഷത്തിൽ
ഒരാളെ അയച്ചതും അതിൽ നിന്നും ഇപ്പോൾ പ്രിയ രക്ഷപ്പെട്ടിരിക്കുകയാണല്ലോ. ഈ സത്യമെല്ലാം ഇപ്പോൾ ശക്തി മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ കഥയിൽ മറ്റൊരു ട്വിസ്റ്റ് കൂടിയുണ്ട്. രാജാവും റാണിയും മരണപ്പെടാനായി കാരണമായിട്ടുള്ള ഒരു മന്ത്രിയില്ലേ, അതേ മന്ത്രി തന്നെയാണ് ദേ ഇപ്പോൾ പുനർജനിച്ചു വന്നിരിക്കുന്നത്. അത് മറ്റാരുമല്ല, രവി തന്നെയാണ്. ഈ സത്യങ്ങളെല്ലാം ഇപ്പോൾ ശക്തിക്ക് മനസ്സിലായല്ലോ. എന്നാൽ മറ്റൊരു വശത്ത് പ്രിയയ്ക്കാണെങ്കിൽ ബോധം വരികയാണ്. ബോധം വീണ ഉടനെ തന്നെ പ്രിയാണെങ്കിൽ RK ഗ്രൂപ്പിന്റെ ലോയറിനെ വിളിച്ചിട്ട് എല്ലാ സത്യങ്ങളും തുറന്നു പറയും. ആ രവിയെ ഒരിക്കലും വിശ്വസിക്കരുത്. അയാളും മകനും ചേർന്നിട്ട് രാധാകൃഷ്ണൻ സാറിനെ കൊന്നുകളഞ്ഞു. എന്നിട്ട് ആ സ്വത്ത് തട്ടിയെടുക്കുക, അതാണ് അവരുടെ ഉദ്ദേശമെന്നും ലോയറിനോട് പറഞ്ഞു. അത് കേട്ട വക്കീൽ പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം കോടതിയിൽ വന്ന് പറയണം. അതിന് ഞാനൊരു കാർ അയക്കാം, നീ എത്രയും വേഗം കാറിൽ കയറി വരണമെന്നും പ്രിയയോട് പറഞ്ഞു. ലോയറിനെ ഒരുപാട് വിശ്വാസമുണ്ടായിരുന്ന പ്രിയയാണെങ്കിൽ ലോയർ അയച്ച കാറിൽ കയറി പോവുകയാണ്. സത്യത്തിൽ ഈ ഒരു ലോയറില്ലേ, അയാളാണെങ്കിൽ രവിയുടെ ആളാണ്. പ്രിയയെ കടത്തിക്കൊണ്ടുപോയി അവളെ എങ്ങനെയെങ്കിലും കൊല്ലുക, അത് തന്നെയായിരുന്നു അവരുടെ ഉദ്ദേശവും. അങ്ങനെ പ്രിയയെ കടത്തിക്കൊണ്ടു പോവുകയാണ്. പ്രിയയെ കടത്തിക്കൊണ്ടുപോയത് രവിയാണെന്ന് ദേ ഇപ്പോൾ ശക്തി അറിഞ്ഞിരിക്കുകയാണ്. ഉടനെ തന്നെ ശക്തിയാണെങ്കിൽ ആ നല്ല ജിന്നിനെ തന്റെ ശരീരത്തിലേക്ക് കയറ്റും. എന്നിട്ട് നേരെ രവിയെ കാണുവാനായിട്ടും എവിടെയാണോ പ്രിയയെ കടത്തി വെച്ചിരിക്കുന്നത് അവിടേക്ക് പോകും. മറ്റൊരു വശത്ത് രവിയാണെങ്കിൽ നേരെ സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച ആ ഒരു ഭായിയിലെ ആ ഭായിക്കടുത്തേക്ക് എത്തും. എന്നിട്ട് ഭായിയാണെങ്കിൽ ഒരു ബോക്സിനുള്ളിലായിട്ട് മോശപ്പെട്ട ജിന്നിനെ അടച്ചു വെച്ചിട്ടുണ്ടല്ലോ, ആ ജിന്നിനെ തനിക്ക് വേണമെന്നും രവി പറയുന്നു. അങ്ങനെ രവിയാണെങ്കിൽ പണ്ട് ചെയ്തതുപോലെ തന്നെ ആ മന്ത്രിയായിരുന്നപ്പോൾ എങ്ങനെയാണോ മോശമായിട്ടുള്ള ജിന്നിനെ കൊണ്ടുവന്ന് രാജാവിനെയും റാണിയെയും നശിപ്പിച്ചു കളഞ്ഞത്, അതുപോലെ തന്നെ ദേ ഇപ്പോൾ ഈ മോശപ്പെട്ട ജിന്നിനെ കൊണ്ടുവന്നിട്ട് പ്രിയയും ശക്തിയും നശിപ്പിക്കുവാനായി നോക്കുകയാണ്. പ്രിയയെ കടത്തിക്കൊണ്ടുപോയ സ്ഥലത്തേക്ക് എത്തുകയാണ് ശക്തി. അവിടെയാണെങ്കിൽ രവിയും രവിയുടെ കൂട്ടാളികളും ആ മോശപ്പെട്ട ജിന്നും ഒക്കെയുണ്ട്. അവിടെ വെച്ച് വലിയൊരു ഫൈറ്റ് നടക്കും. ഫൈറ്റിനൊടുവിൽ ശക്തി തോൽക്കുമെന്നായ സമയത്ത് ശക്തിയുടെ ദേഹത്തു നിന്നും ആ നല്ല ജിന്ന് പുറത്തേക്ക് വരും. മോശപ്പെട്ട ജിന്നും പുറത്തേക്ക് വരികയാണ്. അങ്ങനെ ഒരു മോശപ്പെട്ട ജിന്നും നല്ല ജിന്നും തമ്മിൽ ഫൈറ്റ് നടക്കും. അവസാനം നല്ലത് കെട്ടതിനെ നശിപ്പിക്കുമെന്ന് പറയുന്നില്ലേ, അതുപോലെ തന്നെ നല്ല ജിന്ന് മോശപ്പെട്ട ജിന്നിനെ അവിടെ ഉണ്ടായിരുന്ന ഒരു മെഷീനകത്തിട്ട് അരച്ച് നശിപ്പിച്ചു കളയും. അതോടുകൂടി മോശപ്പെട്ട ജിന്ന് അവിടെ അവസാനിച്ചു. അങ്ങനെ ശക്തിയാണെങ്കിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ പ്രിയയെയും പിന്നെ തന്റെ ഏറ്റവും മോശപ്പെട്ട ജിന്നിന്റെ കാര്യം അവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ ശക്തിയാണെങ്കിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായിട്ടുള്ള പ്രിയയും തന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനായിട്ടുള്ള ആ ഒരു നല്ല ജിന്നിനെയും കൂട്ടി വീട്ടിലേക്ക് വരും. എന്നിട്ട് ആ ഒരു ജിന്നിന്റെ കഥ വീട്ടിലുള്ളവരോട് എല്ലാവരോടും പറയുന്നു. അതോടുകൂടി എല്ലാവർക്കും ജിന്നിനെ ഇഷ്ടമാകുവാനായും തുടങ്ങി. പിന്നീട് അങ്ങോട്ട് ശക്തിയുടെയും പ്രിയയുടെയും നല്ല കൂട്ടുകാരനായിട്ട് ആ വീട്ടുകാരിലെ ഒരംഗമായിട്ട് ജിന്ന് ജീവിക്കുവാനായും തുടങ്ങി. അങ്ങനെ പ്രിയയും ശക്തിയും ആ ഒരു നല്ല ജിന്നും ശക്തിയുടെ വീട്ടുകാരും എല്ലാവരും സന്തോഷമായി ജീവിക്കുന്നത് കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.